ആ അമ്മ നാ ചായ കട്ടൻ ചായ. അമ്മ അമ്മ മുമ്പൊക്കെ രാവിലെ പാൽച്ചായ കുടിക്കുമായിരുന്നല്ലോ, പിന്നല്ലേ കട്ടൻ ചായ കുടിക്കണേ? ഇപ്പൊ എന്ത് പറ്റി? ആ രാവിലത്തെ പാൽച്ചായ അങ്ങോട്ട് ഒഴിവാക്കിയാ? ഓ ഇപ്പൊ ചായ അങ്ങോട്ട് മടുപ്പടി, അങ്ങ് കൊള്ളത്തില്ല. തന്നെയല്ല ഇവിടുത്തെ പാലും ഒട്ടും കൊള്ളത്തില്ലല്ലോ. ഓ അത്. അയ്യോ പിന്നെ ഒത്തിരി ദിവസമായില്ലോ ഇങ്ങോട്ട് വന്നിട്ട്. ഇനി അങ്ങോട്ട് പോകണ്ടായോ? വീട്ടിലോട്ട് പോകണ്ടായോ? അവിടെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുക. ഇതിപ്പോ ഞാൻ പിടിച്ചു നിർത്തിയ പോലെയാണല്ലോ അമ്മ പറയണേ. ആരും പിടിച്ചു നിർത്തിയൊന്നുമല്ല. പിള്ളേര് പോകണ്ടെന്ന് പറയുമ്പോ പിന്നെ എങ്ങനെയാടി കണ്ടേച്ച് പോന്നേ? എന്നാ പോകണ്ട. നീ ഒന്ന് പോടി. അവിടെ ജോലിക്കാർ വന്ന് നിൽക്കുമ്പോഴേ ഇച്ചിരി ചൂടുവെള്ളമെങ്കിലും അനത്തി കൊടുക്കാൻ ആരെങ്കിലും വേണ്ടായോ? അതൊക്കെ അതുപോലെ നടന്നു നോക്കോളും. എൻ്റെ അമ്മൂമ്മ ഇപ്പൊ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അല്ല കാര്യമൊന്നുമില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട് താനും. പിന്നെ മുളവെല്ലാം കൂടെ മേടിച്ച് ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊപ്രായും ഉണക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആരുടെയെങ്കിലും കൈ കൊടുത്ത് വിട്ടൊന്ന് പൊടിപ്പിക്കണ്ടായോ? ഇങ്ങനെ ഓടി കിടന്ന് ആർത്തി പിടിച്ച് ജോലി ചെയ്യണ ആർക്ക് വേണ്ടിയിട്ടാണ്? വയസ്സായില്ല, എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കും. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ നിന്നാലേ വയ്യായിക കൂടും. പിന്നെ പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോലെ ചെയ്തങ്ങ് പോവുക. പക്ഷേ അമ്മ, എന്നാലും ഇത്രയും ദിവസം അമ്മൂമ്മയും അപ്പൂപ്പനോടെ നിന്നിട്ടേ കുഴിപ്പുറത്തൊന്നും പോകാൻ പറ്റിയില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നിനക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാമല്ലോ. മുതിർന്നവരെ ഇങ്ങോട്ടൊന്നൊന്ന് കണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മേനല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലച്ചുവിന്റെ കുഴിപ്പള്ളത്തൊന്നും പോയില്ലല്ലോ, ഒന്ന് പോണോന്ന്. അങ്ങനെ പറഞ്ഞു വിചാരിച്ചു ഈ വയ്യാത്ത മുട്ടും വെച്ചോണ്ട് ഞാൻ തന്നെ പോണമെന്നുണ്ടോ? അത് ശരി, ഇപ്പൊ അങ്ങനെയാ. ഈ അമ്മൂമ്മ ചില സമയം അച്ഛനെ പോലെ കണ്ടാ ഇരുന്നോണ്ടൊരു കാര്യം പറയും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റി പറയും. അതാണ് അമ്മ. കഥ ഉണ്ടാക്കുന്നതും അമ്മ തന്നെ ആയിരിക്കും, കഥ അഴിക്കുന്നതും അമ്മ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് ചുമ്മാതെ കഥ ഉണ്ടാക്കി അഴിക്കലില്ലേ പണി? എനിക്ക് മനസ്സിലായില്ല, കഥ ഉണ്ടാക്കി അഴിക്കോ? ഓച്ചേ, നീ ചുമ്മാതെ കൂട്ടത്തിൽ വന്ന് അർത്ഥം അറിയാൻ നിൽക്കുക. നീലുവേ, നീ അടുക്കളയിലോട്ടിയല്ലേ? അമ്മൂമ്മ തന്നില്ലേ? ഓ ഞാൻ വന്നാ നിന്റെ അമ്മയ്ക്ക് പിടിക്കത്തില്ലല്ലോ. എനിക്ക് പിടിക്കത്തില്ലെന്നാ? എനിക്കെന്താ അമ്മ അടുക്കളയിലേക്ക് വന്നാല്? ഞാൻ വന്ന് നിന്നാ തന്നെ നീ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സമ്മതിക്കുവോ? ആ അത് വേറൊന്നുമല്ല അമ്മ. അമ്മ അവിടെ കിടന്ന് കഷ്ടപ്പെടല്ലോ ഒറ്റക്ക്. വീട്ടിലെ പണി ചെയ്യണം, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കണം, പുറത്തെ പണി ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഇവിടെ വരുമ്പോ റെസ്റ്റ് എടുക്കട്ടെന്ന് ഞാൻ വിചാരിച്ച്. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ നിന്റെ കൂടെ നിന്ന് ജോലി ചെയ്യുന്നതൊന്നും നിനക്ക് അത്ര പിടിക്കുന്നില്ല. അത് തന്നെ കാര്യം. എന്റെ ദൈവമേ, ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോടി? ഞാൻ അടുക്കളയിട്ട് പോട്ടെ. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ ചൂടാക്കി കത്തിക്കും. തൽക്കാലം നീ പോ. ഞാൻ 5 പിള്ളേരുടെ തള്ളയൊന്നും നോക്കത്തില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരാം. അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറച്ചങ്ങട് അമ്മ എന്നാ 3 നിർത്തി അമ്മയ്ക്ക് ഒരു 5-6 പ്രസവിച്ചുവിടായിരുന്നോ? ആ ചേട്ടന് കിട്ടിയല്ലോ, ബാ പോരെ. അമ്മൂമ്മ, അമ്മയുടെ ജലത്തിലുള്ള കഥ പറ അമ്മൂമ്മ. എവിടെ അപ്പുറത്ത് അവള് കഥ കേൾക്കാൻ നിൽക്കുന്നു. എന്താ ഉച്ചക്കലത്തേക്കിന്? എല്ലാം ആയിക്കൊണ്ടിരിക്കണം. ഇനി മീൻകറി കൊണ്ട് റെഡി ആവണം. ഇവിടെ കൊച്ചു എന്തിനാ ഇത്രയും കറികള്? ഒരു മീൻകറിയും ഒരു ഒഴിച്ചുകൂട്ടാനും പോരായോ? അമ്മയുടെ കൊച്ചുമക്കൊക്കെ പ്ലേറ്റ് നിറയെ കറി ഉണ്ടെങ്കിലേ ചോറിറങ്ങുള്ളൂ. അത്രയും കറി വേണമെങ്കിൽ തന്നെ വെച്ച് കഴിക്കാൻ പറയണം. മിക്കവാറും തന്നെത്താനെ വെച്ച് കഴിക്കേണ്ടി വരും. അമ്മ ഇതൊന്ന് നോക്കമ്മ, ഞാൻ 2 തേങ്ങ പോയിച്ചിട്ടുണ്ടോട്ടെ. ആ പുറകെ കിടക്കുന്നതാണോ? അതിനകത്ത് നിന്ന് എടുത്ത ഓണർ ഒന്നും പറയത്തില്ലയോ? അത് അവർക്ക് കണക്കുണ്ടാത്ത തേങ്ങയ്ക്ക്. നമ്മൾ ആവശ്യത്തിൽ എടുത്തിട്ട് അതിന്റെ പൈസ അങ്ങ് കൊടുത്താൽ മതി. അമ്മയോട് നിൽക്കുക, ഞാൻ പോയിച്ചിട്ട് വരാം. വേണ്ട, നീ നിൽക്ക്, ഞാൻ പോയി പൊതിച്ചോണ്ട് വരാം. അമ്മ പോയിക്കാൻ, അമ്മ വിളിക്കമ്മ, ഞാൻ പോയിച്ചിട്ട് വരാം. ആ എന്താടി, ഞാനൊരു തേങ്ങ പൊതിച്ച ഒക്കത്തില്ലയോ? എനിക്ക് ഒരു തേങ്ങ പൊതിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. അവിടെ പിന്നെ ഞാനല്ലാതെ വേറെ ആരണ്ട് പൊതിക്കാനുണ്ടോ? ഞാനാ അവിടെ തേങ്ങ പൊതിക്കുന്നത്. നീ അവിടെ തന്നെ. ആ എത്തിയോ? ഓ വന്ന ഉടനെ എന്താ ഫ്രിഡ്ജ് തുറന്നു നോക്കണത്? തണുത്തവെള്ളമൊന്നുമില്ലേ? തണുത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാറെടുത്ത് കുടിക്കുമെന്ന്, അതുകൊണ്ട് ഇപ്പൊ തണുത്ത് വെക്കലില്ല. ആണാ? മാമി വന്നാ? ആ അമ്മ തേങ്ങ വയ്ക്കാനാണ് അപ്പുറത്തോട്ട് പോയിക്കണത്. നിങ്ങളെ അപ്പുറത്തോട്ട് അമ്മ തേങ്ങ പൊതിക്കാ ചെല്ലാം. ഇനിയിപ്പോ തേങ്ങ ശല്യം അങ്ങ് ചെല്ല് പാലോ പൊതിക്കണല്ലേ, അങ്ങ് ചെന്ന് സഹായിക്കേ. തേങ്ങ പൊതിക്കണം. ഞാൻ പിന്നെ പറയാം ശല്യം ചെയ്യണത്തിന്. നിങ്ങൾ എന്താ കാണിക്കണേ? പുറ കിടന്ന് ഇങ്ങനെ ഈ കുറ്റും കാള കിടന്ന് കറങ്ങണ പോലെ ഇങ്ങനെ നോക്ക്. ഇതെന്തോന്ന്? അയ്യേ, ഇതെന്തോന്ന് കാണിച്ചിട്ടേ? എന്ത് വൃത്തിയിടാ നോക്കിയാ മോന്ത നോക്കി. അത് ഞങ്ങളുടെ ബാർബർ ഷോപ്പില് മുടി കെട്ടാൻ പോയപ്പോ മീശ ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞു. അവൻ ചുരണ്ടി ഈ പരിവാക്കി. എന്നാ പിന്നെ മൊത്തം പഠിച്ചു കളഞ്ഞൂടായിരുന്നോ? ഇത്രയ്ക്ക് വൃത്തിയാടി. ആ പിന്നെ അല്ലാണ്ട് എടി പണ്ട് ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോഴേ ഇതേപോലെ മീശയും വെച്ച് ഹിപ്പൊരു മുടി വളർത്തി നടന്നിട്ട് അപ്പൊ നീ നോക്കി ചിരിക്കൂലായിരുന്നാ? പാഴൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കൂലേ? അപ്പൊ നീ പഠിക്കാൻ പോകുമ്പോൾ എന്നെ നോക്കി ചിരിച്ചോണ്ട് പോലായിരുന്നു. ഒന്ന് പോവാ. നീ മറന്നോടി? ആ ഞാൻ മറന്നിട്ടൊന്നുമില്ല, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങ് മാറി അങ്ങോട്ട്. കണ്ടോ എത്ര പെട്ടെന്ന് ആ തേങ്ങ പൊതിച്ചെന്നറിയാവോ? ഒന്നല്ല ഏടാകുടം. എന്തോന്ന്? നല്ല കുടം പോലത്തെ തേങ്ങ. നീ എപ്പോ വന്നു? നീ പോന്നുള്ളൂ. ഇതെന്തോടാ നിന്റെ മുഖത്ത് ഈ മീശ ഇങ്ങനെ? അയ്യേ, ഇത് എന്തോ പോലെ ഇരിക്കുവോ നിന്റെ മുഖം കാണാനിപ്പം? നമ്മളവിടെ കളയ്ക്കാൻ പറഞ്ഞ കുമാരചേട്ടന്റെ മീശ പോലെ ഉണ്ടല്ലേ? അതെ അതെ. അവിടെ നോക്കട്ടെ. ഹായ്, നല്ല രസം.
അച്ഛനെ കണ്ടപ്പോ ചിരിയായിരുന്നു. ഓ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാൻ എൻ്റെ മരുമോൻ മിടുക്കനാണല്ലോ അല്ലെങ്കിലും. അതിലൊരു കഴിവുണ്ട് മാമി. മാമി ഇതുപോലത്തെ മീശ വെച്ചിട്ടില്ലേ? എൻ്റെ ഓർമ്മയില് നിന്റെ മാമന് ഇതുപോലെ വേഷം കെട്ടിയൊന്നും നടന്നിട്ടില്ല. അല്ലെങ്കിൽ ആരെ മുമ്പ് വേഷം കെട്ടി കാണിക്കാൻ ഇത്തിരി നല്ല മനസ്സും ഇത്തിരി തമാശ ഉണ്ടാച്ചിരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ വേഷം കെട്ടി മുമ്പ് കാണിച്ച കാര്യമുള്ളൂ. ഇത് തലമൊത്തം കളിവണ്ണം കഠിന ഹൃദയല്ലേ, കഠോര ഹൃദയ. അതെ, നീ ഇത് എന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഉദ്ദേശിച്ചല്ല, ഞാൻ ഒരു പൊതുവായിട്ടുള്ള കാര്യം പറയുന്നേ ഉള്ളൂ. മാമി എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ടെന്ന് അയ്യേ എന്തോന്ന് കാണിക്കണ്? ഈ എന്തുവാടാ പോടാ അപ്പുറത്ത്. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ചിരി നോക്കിയേ. അയ്യോ